ഹായ്, നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചിട്ടി, KSF ചിട്ടി എന്ന് പറയുന്നത് തികച്ചും ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്. ആ ഉപകരണം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഉപകരണം കൊണ്ട് പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു ടൂ വീലർ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഓടിച്ചൊരു പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടൂ വീലർ ആയിട്ടുള്ള ബൈക്കോ ഇല്ലെങ്കിൽ സ്കൂട്ടറോ അതേപോലെയുള്ള ടൂ വീലേഴ്സ് നമുക്ക് ഓട്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. സൈക്കിളിന്റെ ഒരു പരിചയം കൊണ്ട് നമുക്ക് ഒരു ബാലൻസ് ഈ ബൈക്കിലും നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ സൈക്കിളിലാവുമ്പോൾ ജസ്റ്റ് ഒന്ന് ചവിട്ടിയാൽ മതി. ചവിട്ടുക, നമുക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക, നിർത്തുക, അത്രയേ ഉള്ളൂ. സൈക്കിൾ ചവിട്ടി പരിചയമുള്ളത് കൊണ്ട് നമുക്ക് സൈക്കിൾ ബാലൻസിന്റെ ഒരു അടിസ്ഥാനത്തിൽ ബൈക്കും ബാലൻസ് ചെയ്യാൻ കഴിയും. പക്ഷെ ആ ബാലൻസ് ചെയ്യുന്നതിൽ കൂടെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടി വരും. ബ്രേക്ക് ചവിട്ടുക, ക്ലച്ച് പിടിക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, ഗിയർ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. സൈക്കിളിനെ അപേക്ഷിച്ച് ബൈക്കിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എത്രയേറെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ചിട്ടി എന്ന് പറയുന്നത്. ചിട്ടി പഠിക്കണം ആദ്യം. നമ്മൾ ചിട്ടി തീരെ അറിയാത്തവരും അല്ലെങ്കിൽ ചിട്ടിയിൽ ചേരാത്ത ആളുകളും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചെറിയൊരു ചിട്ടി എടുക്കുക. ഇപ്പോൾ മാസം 2500 അടവ് വരുന്നതോ അല്ലെങ്കിൽ മാസം ഒരു 5000 രൂപ അടവ് വരുന്നതോ അതുപോലെയുള്ള ചെറിയ ചിട്ടി എടുത്ത് ആ ചിട്ടിനെ കുറിച്ച് പഠിക്കുക. അതെങ്ങനെയാണ് വിളിക്കേണ്ടത്, അത് എപ്പോഴാണ് വിളിക്കേണ്ടത്, അത് വിളിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് വിളിക്കുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ കിട്ടും, അത് എപ്പോൾ വിളിച്ചാൽ നമുക്ക് ലാഭത്തിൽ വിളിക്കാൻ പറ്റും, ആ ചിട്ടി കൊണ്ട് ചേരുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ ചിട്ടിയിലൂടെ നമ്മളുടെ സാമ്പത്തിക ആവശ്യം എന്താ നമ്മൾ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എമർജൻസി ഫണ്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞിട്ടാണോ ഫണ്ട് വേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചിട്ടി ചേരുന്നത് ബന്ധപ്പെട്ട്. നമ്മൾ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എല്ലാം നമ്മൾ തീരുമാനിച്ച ശേഷം നമ്മൾ ചിട്ടിയിലേക്ക് ജോയിൻ ചെയ്യുക. അതും ഓൾറെഡി ചിട്ടിയുള്ളവർക്ക് ചിട്ടിയും കൊണ്ട് അമ്മാനമാടുന്ന ആളുകളാണ്. കാരണം പല ചിട്ടികൾ ചേർന്ന് പല ആവശ്യങ്ങൾക്ക് വിളിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, തുടക്കക്കാർക്ക് വേണ്ടി, അതായത് ചിട്ടിയെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ പല ആളുകളും വിളിച്ച് ചോദിക്കും, എനിക്ക് ഒരു ചിട്ടി വേണം, പക്ഷെ ഞാൻ ആ ചിട്ടി ഏത് ചിട്ടിയാണ് ചേരേണ്ടത് ചോദിക്കും. അത് യഥാർത്ഥത്തിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരു ചിട്ടിയിൽ നിങ്ങൾക്ക് മാസം എത്ര രൂപ അടയ്ക്കാൻ കഴിയും, നിങ്ങൾക്ക് എത്ര രൂപ വരുമാനമുണ്ട്, ആ വരുമാനത്തിന് എത്ര രൂപ ചിട്ടിയിലേക്ക് മാറ്റാൻ കഴിയും. നമ്മൾ ആ ചിട്ടി ചേരുന്നതിലൂടെ എന്താണ് നമ്മുടെ ആവശ്യം, അതായത് നമുക്ക് ആ ഫണ്ട് വിളിച്ച് നമ്മുടെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിട്ടി ചേരുന്നത്, അങ്ങനെ ചിട്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ ഫണ്ടാണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. മൂന്നാമത്, ആ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേൽബാധ്യത, അതായത് നിങ്ങൾ എപ്പോഴാണോ ചിട്ടി പിടിക്കുന്നത് പിന്നെ മേൽബാധ്യത എത്ര അടയ്ക്കാനുണ്ടോ അതിനുള്ള ജാമ്യം എന്താണ് കൊടുക്കേണ്ടത്, അത് എന്താണ് എൻ്റെ കയ്യിലുള്ളത്, ഇല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ആ സ്ഥാപനത്തിൽ ഇല്ലെങ്കിൽ ചിട്ടി ചേരുന്ന ബ്രാഞ്ചിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. ആ ചിട്ടി ചേരുന്നതിലൂടെ ഇത്രയും കാര്യങ്ങൾ, ചിട്ടി ചേരുന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്, ആ ഫണ്ട് എത്ര ലക്ഷമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മൂന്നാമത്, ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴാണോ പിടിക്കുന്നത്, ആ പിടിച്ചു കഴിഞ്ഞാൽ മേൽബാധ്യത എത്രയുണ്ടോ അതിനുള്ള ജാമ്യം. ഈ 3 കാര്യം മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ 3 കാര്യങ്ങളാണ്. കാരണം അതിനുശേഷം ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ KSF പോവുക. KSF പോയിട്ട് അവിടെ ഏത് ചിട്ടിയാണ് തുടങ്ങുന്നത്, നിങ്ങളുടെ റേഞ്ചിന് അനുസരിച്ചുള്ള ചിട്ടി ഏതാണ് തുടങ്ങുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിട്ടി ആ ഒരു ബ്രാഞ്ചിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള 1, 2, 3 ബ്രാഞ്ചുകളിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്ന രീതിയിലുള്ള ചിട്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KSF ഏത് ശാഖകളിൽ വേണമെങ്കിലും ചിട്ടി അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ആവശ്യത്തിനാണോ ആ ചിട്ടി ചേർന്നത് ആ ആവശ്യം അവരോട് പറയുക. അപ്പൊ ഏകദേശം ഏത് മാസത്തിൽ അത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭത്തിൽ ഇല്ലെങ്കിൽ നഷ്ടമില്ലാതെ പിടിക്കാൻ പറ്റും എന്നത് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ചിട്ടിയിൽ നമ്മൾ ചേരുകയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ മാസങ്ങൾ നല്ല രീതിയിൽ താഴ്ത്തി പിടിക്കാൻ ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഓരോ മാസം കഴിയും തോറും ഈ അത്യാവശ്യക്കാരുടെ എണ്ണം കുറയുകയും
അപ്പൊ നമുക്ക് കൂടുതൽ സംഖ്യ കിട്ടാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ 10,000 രൂപ വെച്ചിട്ട് 50 മാസത്തിന്റെ ചിട്ടി, 5 ലക്ഷത്തിന്റെ ചിട്ടി. ആദ്യത്തെ മാസം ചിലപ്പോൾ അത് 3.5 ലക്ഷം കിട്ടുള്ളൂ. പക്ഷെ ആ ചിട്ടിയിൽ വന്നിട്ട് 4,75,000 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫണ്ട് ആവശ്യം എന്താണ്, അത് നിങ്ങൾക്ക് എപ്പോഴാണ് ചിട്ടി പൈസ വേണ്ടത്, അപ്പൊ അതിനനുസരിച്ച് വേണം ചിട്ടി പിടിക്കണമെങ്കിൽ. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ അറിയാതെ പോയിട്ട് ചിട്ടി പിടിച്ച് ചിലപ്പോൾ 3.5, 3.25 കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ചിട്ടിയുടെ കാലാവധി കഴിയുമ്പോൾ ഞാൻ അത്ര താഴ്ത്തി പിടിക്കണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം ഈ ചിട്ടി പറഞ്ഞ ടൂളിനെ കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ചിട്ടിയിൽ ചെറിയ 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 കാര്യങ്ങൾ വരെ നമുക്ക് അതിൽ മനസ്സിലാക്കാനുണ്ട്. എങ്കിലാണ് അത് നല്ല രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള KSFE ശാഖയിൽ പോവുക, കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുക. ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളെല്ലാം ഉറപ്പിച്ച ശേഷം നിങ്ങൾ ആദ്യമായിട്ട് ചിട്ടി ചേരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചിട്ടികളിൽ ജോയിൻ ചെയ്ത് അത് എങ്ങനെയാണ് വിളിക്കുക, അത് വിളിച്ചു കഴിഞ്ഞ് എപ്പോഴാണ് ലാഭത്തിൽ പിടിക്കാൻ പറ്റുക, ആ ചിട്ടി പിടിക്കുന്നതിലൂടെ നമ്മളുടെ എന്താവശ്യം നമുക്ക് നിറവേറ്റാൻ കഴിയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടോ അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയ ശേഷം ചിട്ടിയിൽ ജോയിൻ ചെയ്യുക. ചിട്ടിയിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പറ്റുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ചിട്ടി തന്നെ 1-2 മാസം പോയി ലേലത്തിൽ പങ്കെടുത്ത് നോക്കുക. അതായത് ചിട്ടി വിളിക്കണമെന്നില്ല, അതെങ്ങനെയാ വിളിക്കുന്നത് ആളുകൾ, അത് വിളിക്കുന്ന സമയത്ത് അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് വിളിക്കുന്നത്, അതെല്ലാം നോക്കി മനസ്സിലാക്കുക. അങ്ങനെ ഒരു 3-4 മാസം പോയിട്ട് ജസ്റ്റ് ആ ചിട്ടി എങ്ങനെയാണ് ലേലം ചെയ്യുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിട്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ വിളിക്കാനും പറ്റും, നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാനും പറ്റും. ചിട്ടിയിൽ തീരെ ചേരാത്ത അല്ലെങ്കിൽ ചിട്ടിയെക്കുറിച്ച് ABCD അറിയാത്ത ആളുകളാണ് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വന്ന് കൂടുതലും കമന്റ് ചെയ്യുന്നത്. അറിയാവുന്നവരിൽ ചിട്ടിയിൽ ചേർന്നവരും ചിട്ടി കുറിച്ച് അറിയാവുന്നവരും അവർക്ക് ഉണ്ടായ കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ കമന്റ് ചെയ്യുന്നത്. മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവര് ABCD അതായത് ചിട്ടിയെക്കുറിച്ച് ABCD അറിയാതെ വെറുതെ വന്ന് ആ സ്ഥാപനത്തിനെ വെറുതെ എന്താ പറയുക ചെളിവാരി എറിയാ പറയില്ലേ, വെറുതെ ചളിവാരി എറിഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു അർത്ഥവും ഇല്ല, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. കാരണം അവര് പല രീതിയിലുള്ള വേറെ ഇൻവെസ്റ്റ്മെന്റിൽ പോവുകയും അതൊക്കെ പൊളിഞ്ഞ് അവന്റെ പൈസയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നല്ലൊരു സ്ഥാപനത്തിനെയും മാക്സിമം കുറ്റം പറഞ്ഞ് സ്ഥാപനത്തിനെതിരെ കരിവാരിത്തേക്കുക വരില്ല, നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ കരിവാരിത്തേക്കുക വരില്ല. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSFEയിൽ ഞാനും ചിട്ടി ചേർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 10-11 വർഷമായിട്ട് ചിട്ടി പിടിച്ച പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നത്. അതായത് ഇപ്പൊ എൻ്റെ വിവാഹം തൊട്ട് എൻ്റെ വീട് പണി വരെ ഞാൻ ചിട്ടി പിടിച്ച തുകയും കൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 100% ഞാൻ ഉറപ്പോടുകൂടി പറയാണ്, ചിട്ടി എനിക്ക് നല്ലൊരു ഉപകരണമായിട്ടാണ്, അല്ലെങ്കിൽ ചിട്ടി നല്ലൊരു ടൂള് ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ നിങ്ങൾക്കും താല്പര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പഠിച്ച ശേഷം നിങ്ങൾ ആ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.